Frozen to the sky, the summer was alive, going to the end of time. I can see the daylight, eyes were perfectly, is it really the end? Just so like a stranger, so far away from me. You said you were longing for me, but a minute faster away. ഒരു ഫംഗ്ഷന് പോയപ്പോൾ എൻ്റെ സുഹൃത്ത് എൻ്റെ നേരെ ഇങ്ങനെ ഒരു കുപ്പി എറിഞ്ഞു തന്നു. കുടിവെള്ളത്തിൻ്റെ കുപ്പി എറിഞ്ഞു തന്നിട്ട് അതെനിക്ക് പിടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവനോട് ചിരിച്ചുകൊണ്ടൊരു കമൻറ്റ് പറഞ്ഞു, പഴയ മെയ് വഴക്കമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. പ്രായമായോ എന്നൊക്കെ ചോദിച്ചു. യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് എനിക്ക് കുട്ടികളും ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് താഴെ വീഴാൻ നേരത്ത് അവരെ പിടിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയല്ലായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് വളരെ സാഹസികമായിട്ട് ഒക്കെ ഞാനും നിങ്ങളും ഒക്കെ പലതും ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്തുകൊണ്ട് പറ്റുന്നില്ല? നമ്മൾ പലരും ചിന്തിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ഫാസ്റ്റ് ആകുന്നത് കുറഞ്ഞു, നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രെയിനിൻ്റെ ഫാസ്റ്റ് മൂവിങ് പവറൊക്കെ കുറഞ്ഞെന്നുള്ള തോന്നൽ നമുക്കുണ്ടാകും. യഥാർത്ഥത്തിൽ അതല്ല കാര്യം. നമ്മൾ ചെറുപ്പകാലത്തിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്തെന്നുള്ളൊരു തിരിഞ്ഞു നോക്കലാണ് വേണ്ടത്. നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ വളരെ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ക്രിക്കറ്റ്, ഫുട്ബോള്, ഷട്ടില്, നമ്മൾ കളിക്കാത്ത കളികളില്ല. വളരെ ഫാസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ബ്രെയിനും വളരെ ഫാസ്റ്റായിട്ട് ചിന്തിക്കും. നമ്മളൊരു പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് നമുക്ക് കുറഞ്ഞു വരും. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി കുറയും. നമ്മുടെ വ്യായാമം ചെയ്യുന്നതിന് ഒക്കെ കുറവ് മൂലം, നമ്മൾ വ്യായാമം ചെയ്യാതിരിക്കുകയും ഒക്കെ ഇതിൻ്റെ കുറവ് മൂലം നമ്മുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി കുറയും. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ മൈൻഡ് ഒരു തീരുമാനം എടുത്താലും അത് നടപ്പിലാക്കാൻ നമ്മുടെ ശരീരത്തിന് പറ്റാതെ വരും. അപ്പം അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഒരു പ്രായത്തിൽ നമുക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരം തയ്യാറാക്കി വെക്കുന്നതാണ്. നമ്മളെ പഴയ കണക്ക് തന്നെ നമ്മൾ കളികളിലും ഒക്കെ പോയി പങ്കെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ സാവധാനം തിരിച്ചിടും. നമുക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി ക്രിക്കറ്റും പഴയ കണക്ക് തന്നെ ക്രിക്കറ്റും മറ്റ് കളിയിലൊക്കെ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൈവരും. അല്ലാതെ നമ്മൾ പ്രായമായി നമ്മുടെ ബ്രെയിൻ്റെ ഫാസ്റ്റായിട്ടുള്ള തിങ്കിങ് ഒക്കെ കുറഞ്ഞു പോയി എന്നൊരു തോന്നൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. നിങ്ങളിപ്പോഴും നമ്മളും എല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുക. എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.